നമുക്കിന്നൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയില്ല. അതിനുവേണ്ടി ഞാൻ ഏകദേശം ഒരു 1-1.5 കിലോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ഇത്രയും ചേർത്ത് ഇച്ചിരി ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 മണിക്കൂറായി. ഇനി നമുക്ക് അത് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇച്ചിരി ഏറെ ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾക്ക് ഏകദേശം ഒരു 3-4 സവാള അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് ചേർത്താണ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ 2-3 പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇനി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം അങ്ങനെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ എരിവുള്ളതും എരിവില്ലാത്തതും കൂടെയാണ്. അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇരുമ്പ് ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല എല്ലാം അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കനിലേക്ക് അങ്ങനെ മസാലയെല്ലാം നന്നായിട്ട് പിരളുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ചിക്കൻ അങ്ങനെ ഏകദേശം വറ്റി റോസ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചതച്ച കുറേ കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഞാൻ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചുട്ടെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റും പാലപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ.